കൊല്ലം കണ്ടവൻ വേണ്ട. അത് ശരി. അപ്പൊ അത് മിനിസ്റ്റർക്ക് അറിയാം. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്നായിരുന്നു. അപ്പൊ കൊല്ലത്തിന്റെ മുഖം അങ്ങ് മാറി. ഞാൻ അടുത്ത കാലത്ത് ഇവിടെ വന്നിട്ടില്ലേ ബീച്ചിൽ. പക്ഷെ ബീച്ച് ഇപ്പൊ കോഴിക്കോട് ബീച്ച് പോലെയായി. ഞാനത് പറയാൻ വരായിരുന്നു. കോഴിക്കോട് ബീച്ച് പോലെ വളരെ മനോഹരമായി കൊല്ലം ബീച്ച്. രാവിലെ നടക്കാൻ ധാരാളമായിട്ട് ആളുകൾ വരുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരമൊക്കെ മുകളിൽ നിന്ന് നോക്കിയപ്പോ ധാരാളമായ ആളുകളുടെ ഗാദറിംഗ് ഇവിടെ കാണാൻ വേണ്ടി സായാഹ്നം ഇവിടെ വളരെ സമ്പന്നമാണെന്ന് ആളുകൾ ചോദിച്ചപ്പോൾ പറഞ്ഞു. വളരെ കൊല്ലം എത്രയോ കാലമായി നമ്മുടെയൊക്കെ പ്രവർത്തന കേന്ദ്രമാണ്. പക്ഷെ ഇത്ര മനോഹരമായ ഒരു ഇടം കൊല്ലത്ത് ഉണ്ടാകപ്പെട്ടു എന്നുള്ളത് രാവിലെ സവാരിക്കാണ് മനസ്സിലായത്. കൊല്ലത്തെ ചില രുചികരമായ ഭക്ഷണ വിഭവങ്ങളുണ്ട്, ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട്. ഞങ്ങളിപ്പോൾ രാവിലെ എഴുത്താണി എന്ന് പറയുന്ന ഒരു ബേക്കറി ഉണ്ട് ഇവിടെ നിന്ന് നല്ല കേക്ക് കിട്ടും. ഞാൻ മിനിസ്റ്റർക്ക് കേക്ക് തരാം, ഞങ്ങൾ ഇന്നലെ വാങ്ങി. അപ്പം പിന്നെ മീൻ ഇത് വളരെ ഫേമസ് ആണല്ലോ, കൊല്ലത്തെ അഷ്ടമുടിക്കായലിൽ നിന്ന് കിട്ടുന്ന മീൻ. അപ്പൊ നമ്മളിനി വാർത്തയിലേക്ക് കൂടി വന്നാൽ, ഗവർണർ SFI പോർമുഖമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ കേന്ദ്രം. ഇന്നിപ്പോൾ കുറ്റവിചാരണ സദസ്സുണ്ട്. 20 കേന്ദ്രങ്ങളിലേക്കുള്ള മാർച്ച് നാളെ, പോലീസ് സ്റ്റേഷനിലേക്കുള്ള മാർച്ചിനെ കുറിച്ച് പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു വശത്ത് നിൽക്കുന്നു. അപ്പോൾ ഈ ഗവർണർ ഇന്നലെ കോഴിക്കോട് മിഠായി തെരുവിൽ നടത്തിയൊരു റോഡ് ഷോ ഉണ്ടല്ലോ, അതിനെ എങ്ങനെയാണ് സർക്കാർ വിലയിരുത്തുന്നത്? അല്ല, സർക്കാരിനെതിരായിട്ടുള്ളൊരു പോർമുഖം തുറക്കലാണല്ലോ ബഹുമാനപ്പെട്ട ഗവർണറുടെ ലക്ഷ്യം. അവിടെ ഉയരുന്ന ഓരോ ബാനറിലും ഓരോ പോസ്റ്ററിലും പിണറായി വിജയൻ്റെ കൈയുണ്ടെന്ന് പറയാൻ മാത്രമുള്ള വിവരശൂന്യത കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം പ്രകടിപ്പിച്ചു. ഇവിടെ ഉയരുന്ന ഓരോ പോസ്റ്ററിലും ഓരോ ബാനറിലും മുഖ്യമന്ത്രി നേരിട്ടാണ് ബ്ലഡി കണ്ണൂർ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കരുതിയത് കേരളത്തിലെ ഗവൺമെൻറ്റിനെ ഏതെങ്കിലും വിധത്തിൽ ആക്രമിക്കാനും പരാജയപ്പെടുത്താനുമുള്ള ഒരു വലിയ ഗൂഢാലോചന കേരളത്തിൽ നടക്കുന്നുണ്ട്. 7.5 വർഷക്കാലത്തിനിടയിൽ CBI, ED, എൻഫോഴ്സ്മെൻറ്റ് അക്ഷരാർത്ഥത്തിൽ ആറാട്ട് നടത്തി, പിടിക്കാനായില്ല. പല വിധത്തിലുള്ള പരിശ്രമങ്ങളിലൂടെ യൂണിവേഴ്സിറ്റികളെ പിടിക്കാൻ ശ്രമിച്ചു, ആയില്ല. കേരളത്തിൻ്റെ വിഹിതമെല്ലാം വെട്ടിക്കുറയ്ക്കാൻ ശ്രമിച്ചു. ദുരന്തകാലത്ത് കേരളത്തെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇതിലൊന്നും സാധ്യമല്ലാതെ വരുമ്പോൾ ഈ ഗവൺമെൻറ് രണ്ടാമതും തുടർന്നല്ലോ, ഇനി എങ്ങനെയും ഇതിനെയൊന്ന് അവസാനിപ്പിക്കണം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചെറിയ ചില പഴയ സ്വപ്നങ്ങൾ പലരും പ്രയോഗിച്ചു തുടങ്ങി. ഭരണഘടനയുടെ 359, ഇവിടെ വിമോചന സമരം, കേരളത്തിൽ കൂട്ടിച്ചേർക്കാവുന്ന എല്ലാ മുള്ളുമുരട് മൂർക്കമ്പാമ്പ് മുതൽ കല്ലുകരട് കാഞ്ഞിരക്കുരു വരെ എല്ലാത്തിനെയും കൂട്ടിച്ചേർക്കുക. ഈ ഒരു സ്വപ്നത്തിൻ്റെ വെപ്പണായി ഗവർണറെ കൂടി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഇന്നലെ ഇതാ ക്രമസമാധാനം തകർന്നിരിക്കുന്നു. മിഠായി തെരുവിലിറങ്ങി എൻ്റെ മുമ്പിലേക്ക് 10 ആൾ ചാടി വീണിരിക്കുന്നു. കേരളത്തിലെ എക്സിക്യൂട്ടീവിൻ്റെ ചെയർമാന് നടക്കാൻ പറ്റിയില്ലെങ്കിൽ കേരളത്തിൽ എങ്ങനെ നടക്കും എന്നൊക്കെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവുക. മിഠായി തെരുവ് കോഴിക്കോടിനൊരു സ്വഭാവമുണ്ട്, നമുക്കറിയാലോ. ആതിഥേയന്മാരാണ് കോഴിക്കോട്. ഹൃദയം തുറന്ന സ്നേഹത്തോടെ എല്ലാവരെയും സ്വീകരിക്കും. ഞങ്ങൾ ഇന്നലെ പറഞ്ഞു, ആരിഫ് മുഹമ്മദ് ഖാൻ മിഠായി തെരുവിലെത്തിയപ്പോൾ ഹലുവ മേടിച്ചു കൊടുത്തു, ലഡു കൊടുത്തു, കൂട്ടത്തിൽ നിന്ന് സെൽഫി എടുത്തു, സ്നേഹം പൊതിഞ്ഞു. പല പാർട്ടിയിലും പോയ ആളാണല്ലോ മൂപ്പര്, പലയിടത്തും പോയി മത്സരിച്ചാണല്ലോ. ലോകസഭയിലൊന്ന് കോഴിക്കോട്ട് മത്സരിച്ചു നോക്കട്ടെ, അപ്പം അറിയാം. മുനിസിപ്പാലിറ്റി മത്സരിച്ചാൽ മതി, അപ്പം അറിയാം കോഴിക്കോടിൻ്റെ രാഷ്ട്രീയ കരുത്തെന്താണെന്ന്. അപ്പം അതും ഇതും വ്യത്യാസമുണ്ട്. അതൊന്നും ഒരു ജനകീയതയല്ല. ഞാനിന്നലെ പിന്നെ നമ്മുടെ ഈ ഹലുവ വായിലിട്ട് കൊടുക്കുന്നതും കൂടെ നിന്ന് സെൽഫി എടുക്കുന്നതും ജനകീയതയാണ് എന്ന് ഗവർണർ തെറ്റിദ്ധരിച്ചോ? അല്ല, ഞാൻ ഇന്നലെ കൊട്ടാരക്കരയിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഈ പൂരപ്പറമ്പിൽ ആന മുതിച്ചാലും ആള് കൂടും, അതൊരു കൗതുകത്തിന്റെ കൂട്ടാണ്. അത് ആനയുടെ ജനകീയതയാണെന്ന് തീരുമാനിച്ചാൽ ഫ്ലെക്സ് ബോർഡ് വെക്കുക എന്നല്ലാതെ ഒന്നും ഉണ്ടാകാൻ പോകും. മാത്രമല്ല, ഈ ഗവർണർക്ക് ഒപ്പം നിന്ന് സെൽഫി എടുത്ത പലരും പൗരത്വ വിഷയത്തില്, സിവിൽ കോഡില് ഒക്കെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും ഗവർണറുടെ നിലപാടുകളോട് രാഷ്ട്രീയമായി വിയോജിക്കുകയും ചെയ്തവരുമുണ്ട്. മാത്രമല്ല, കോഴിക്കോട് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ മാന്യതയോട് ഏറ്റവും നെഗറ്റീവായ നിലപാടുകളാണ് ഗവർണർ എല്ലാ കാലത്തും എടുത്തിട്ടുള്ളത്. അത് ജനങ്ങൾക്കറിയാം. ജനങ്ങൾ സ്വാഭാവികമായിട്ടും ഈ ഗവൺമെന്റിന് കൂടി ഉള്ള ഒരു മര്യാദ കാണിച്ചു എന്നത് മാത്രമേ അക്കാര്യത്തിൽ നമുക്ക് കരുതേണ്ടതുള്ളൂ. അപ്പം ഇനി SFI പ്രതിഷേധം ശക്തമാക്കും, അത് CPM ഏറ്റെടുക്കുന്നുണ്ട്. ASF ഇന്നിപ്പോൾ വട്ടിപ്പ് മുടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. AISF ഇന്നലെ തന്നെ അവിടേക്ക് മാർച്ച് നടത്തിയിരുന്നു. നേരത്തെ തന്നെ ASF ആ നിലപാടെടുത്തിരുന്നു. എൻ്റെ അഭിപ്രായം യഥാർത്ഥത്തിൽ SFIയും AISF മാത്രമല്ല, കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, ഈ KSU അടക്കം യഥാർത്ഥത്തിൽ രംഗത്തിറങ്ങേണ്ട ഒരു വലിയ ജനാധിപത്യ സമരമാണ്. കാരണം ഇങ്ങനെ തന്നെയാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ, ഇങ്ങനെ തന്നെയാണ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ, പോണ്ടിച്ചേരി ITIയിൽ, പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തങ്ങൾക്ക് കയറ്റാവുന്നവരെ മുഴുവൻ കയറ്റുകയും സിലബസിൽ ഇടപെടുകയും ചെയ്തുകൊണ്ട് ഒരു ക്യാമ്പസിനെ, യൂണിവേഴ്സിറ്റിയെ സംഘവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾക്ക് പല വിധത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇന്ന് അവരിറങ്ങിയില്ലെങ്കിൽ നാളെ കേരളം KSUവിനെ ചോദ്യം ചെയ്യും. എന്തുകൊണ്ട് ഈ പ്രത്യേക ഘട്ടത്തിൽ നിങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടപെട്ടില്ലെന്ന്. അതുകൊണ്ട് അവരത് തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ
ഇടതുപക്ഷത്തിന് അനുകൂലമാകുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള നേട്ടം ഉണ്ടാകുമോ എന്ന് മാത്രം കരുതി ഒറ്റപ്പെട്ടിരുന്നാൽ ചരിത്രം ചോദ്യം ചെയ്യപ്പെടും. ഇത് കേരളത്തെ വളരെ നിർണായകമായിട്ടുള്ളൊരു ജനാധിപത്യ സമരമാണ്. ഇത് വിദ്യാർത്ഥികൾ ഒതുങ്ങി നിൽക്കില്ല. വിദ്യാർത്ഥികളോടും വെല്ലുവിളിയോട് ഇടപെടുന്ന ഒരു ഗവർണറുടെ മുമ്പിൽ കാലം ചോദിക്കുന്ന ചോദ്യം ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ? ഇതിപ്പോ ഇന്നലെ CPM ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. CPM SFIക്കൊപ്പം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് നടക്കുന്ന കാഴ്ച കണ്ടു. CPI ഈ വിഷയത്തിൽ തുറന്ന പിന്തുണ SFIക്കും ASFനും പ്രഖ്യാപിച്ചു. അല്ല, സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഒരു CPIയെ പോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഗവർണർ എന്ന പദവിയെ വേണ്ടതില്ല എന്ന് കേരളത്തിൽ ഇന്ത്യയിൽ അഭിപ്രായം പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണ് CPI. പക്ഷേ ഒരു ഭരണത്തിന്റെ ഭാഗമാകുമ്പോൾ ഭരണഘടനയെ ബഹുമാനിക്കണം. അതിന്റെ അർത്ഥത്തിലാണ്, ഇട്ട വസ്ത്രത്തിന്റെ മാന്യത കൊണ്ടാണ് ഞങ്ങൾ ഇതൊന്നും വേറെ പറയാതിരിക്കുന്നത്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായം സ്വാഭാവികമായിട്ടും ഈ ഗവർണറുടെ നിലപാടിനെതിരായിട്ടാണ്. ഒരു കാര്യത്തിന് സന്ധിയില്ല. ഒരൊറ്റ കാര്യം കൂടി മിനിസ്റ്റർ, നിലവിൽ CPIയുടെ താൽക്കാലിക സെക്രട്ടറിയാണ്. CPIക്ക് സ്ഥിരം സെക്രട്ടറി വരാൻ പോകുന്നു. രണ്ട് വിഭാഗങ്ങളായി മാറിക്കഴിഞ്ഞു. പക്ഷേ ബിനോയ് വിശ്വം തന്നെയായിരിക്കും സെക്രട്ടറി എന്ന നിലയിലുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങളും വരുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിലവിൽ ഇക്കാര്യത്തിൽ രണ്ട് വിഭാഗങ്ങളേ ഇല്ല. ഒരു കാരണവശാലും അങ്ങനെ പ്രതിഫലിക്കുകയും വേണ്ട. ഏതെങ്കിലും വിധത്തിലുള്ള ചില അഭിപ്രായങ്ങൾ വളച്ചൊടിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏതെങ്കിലും അന്തഃഛിദ്രമുണ്ട് എന്ന് ഇക്കാര്യത്തിൽ വരുത്താനേ ആകില്ല. ആശയങ്ങളിൽ പല ഘട്ടങ്ങളിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ആളുകൾ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ഒരു സന്നിഗ്ധ ഘട്ടമാണ്. ഈ സന്നിഗ്ധ ഘട്ടത്തിൽ ഒറ്റ മനസ്സായി ഒരഭിപ്രായമായി ഒരു പ്രതികരണം ഒരു അനവസരത്തിലായിരുന്നു. അല്ല, അതിനെക്കുറിച്ച് ഇപ്പൊ അഭിപ്രായം പറയേണ്ടതില്ല. ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പൊതു സ്വഭാവത്തിലുള്ള മര്യാദകൾ കാത്തു സൂക്ഷിക്കണം എന്നാണ് പുതിയ തലമുറയിലെ ആളുകളുടെ എല്ലാ അഭിപ്രായം. അത് അവർ കാത്തു സൂക്ഷിക്കും. ഏത് തരത്തിൽ ആണ് അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായത് എന്ന് പരിശോധിച്ചാലേ നമുക്ക് മനസ്സിലാകൂ. മാധ്യമങ്ങൾ പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് ഏതെങ്കിലും കാര്യത്തെ വിലയിരുത്താൻ ഞാനിപ്പോൾ തയ്യാറല്ല. ഒരു കാര്യം ഞാൻ അസന്നിഗ്ധമായി പറയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇക്കാര്യത്തിൽ ഏകാഭിപ്രായമാകും. അങ്ങനെയല്ല എന്നാരെങ്കിലും കരുതിയാൽ അവരുടെ സ്വപ്നങ്ങൾ തകർന്നു പോകും. ഒറ്റഭിപ്രായം ഈ കാര്യത്തിൽ പാർട്ടി. അപ്പോൾ ഇനി നവകേരള സദസ്യത അവസാനിക്കാൻ പോകുന്നു. ഇനി 2-3 ദിവസങ്ങൾ മാത്രമാണ്. അതെ, യാത്ര മിസ് ചെയ്യും. അതെ, അയ്യോ, ഇത് ആരംഭിക്കുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു. സത്യത്തിൽ 36 ദിവസക്കാലം ഇങ്ങനെ അടക്കി പിടിച്ചിരുന്ന് രാവും പകലും വണ്ടിയിലിരുന്നാണ് പലപ്പോഴും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഞങ്ങൾ പലരും ഫയലുകൾ നോക്കുന്നത്. അത്ര തിരക്ക് പിടിച്ച പരിപാടിയിലേക്ക് പോകുമ്പോൾ എങ്ങനെയാകും ഇതെങ്ങനെ 36 ദിവസം തികയ്ക്കാനാകും? ഒരു പ്രയാസവും ഇല്ലാത്ത വിധത്തിൽ കേരളത്തിൽ ഞങ്ങൾ ഉന്നയിച്ച രാഷ്ട്രീയം നല്ലതുപോലെ ജനങ്ങൾക്കിടയിൽ പറഞ്ഞും പ്രതിഫലിപ്പിച്ചും കേട്ടും ആളുകളെ കണ്ടും രാവിലത്തെ യാത്രകൾ ഉൾപ്പെടെ രാവിലത്തെ പ്രഭാത സഞ്ചാരം ഉൾപ്പെടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി കാണാൻ കഴിയുന്നത്. ഞാൻ പറയുന്നത് 31 ദിവസവും നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 2 പേരാണ് അരുണും ശരത്തും. രണ്ടുപേരും 2 ചാനലുകളെ പ്രതിനിധീകരിക്കും പൂർണ്ണസമയം. ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷെ പൂർണ്ണസമയം ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടതാണ് കേരളത്തിന്റെ കുതിപ്പും കിതപ്പും ആളുകളുടെ അഭിപ്രായവും രാഷ്ട്രീയവുമെല്ലാം. അപ്പം അതുകൊണ്ട് നല്ലൊരു അനുഭവമാണ്. ജനങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞും കേട്ടും ഒക്കെ പോകാൻ കഴിഞ്ഞ ഒരു നല്ല അവസരമാണ് ഇതിലൂടെ ഉണ്ടായത്. നാളെ കാണാം.